യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള സമയം ഇത് തന്നെ. സീൻ 1. യേശുവും സക്കായും. വരുന്നു. യേശു വരുന്നുണ്ടോ? എവിടെ യേശു? എവിടെ? കാണുന്നില്ലല്ലോ. യേശു, യേശു എവിടെ? യേശു എവിടെ? യേശു, യേശു എവിടെ? യേശു, സക്കായിയെ, സക്കായിയെ, യേശു എവിടെ? സക്കായിയെ, സക്കായിയെ, യേശു എവിടെ? ഇറങ്ങി വാ. യേശു. ഇനി ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ പോകുന്നു. അതാണ് എൻ്റെ വീട്. കർത്താവേ, ഞാൻ എൻ്റെ ഉള്ളത് ദരിദ്രർക്ക് കൊടുക്കാം. ആരോടും അനിയമ്മ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. നീ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു. ഞാൻ അനിയായ്മ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ അനിയായ്മ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ അനിയായ്മ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ അനിയായ്മ വാങ്ങിച്ചിട്ടുള്ളത്. സക്കായിയുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് മാനസാന്തരം വന്നത്. സക്കായി ഇങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്. സക്കായി ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ദാസനായി തീർന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ സക്കായിയുടെ ജീവിതം നമ്മുടെ ജീവിതം എത്രത്തോളം നമുക്ക് അനുകരിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സക്കായി പോലെ ഒരു സാക്രിഫൈസ് ജീവിതം ചെയ്യാൻ കഴിയണം. ക്രിസ്തീയ ജീവിതം, യേശുവിന് വേണ്ടിയുള്ള ജീവിതം സാധാരണ ജീവിതമല്ല. സക്കായി തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുത്തു. അന്യായമായി എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അതെല്ലാം കൊടുത്തു. അങ്ങനെ ഒരു സാക്രിഫൈസ് ജീവിതത്തില്, അല്ലെ ഒരു എക്സ്പോസ് ജീവിതത്തിൽ ചെയ്തപ്പോഴാണ് സക്കായിയുടെ ജീവിതത്തില് മാനസാന്തരവും സക്കായിയുടെ ജീവിതത്തിൽ വിടുതലയും വന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അനുസരണമുണ്ടോ? യേശു പറഞ്ഞ ഉടൻ സക്കായി താഴെ ഇറങ്ങി വന്നു. അവിടെ ഒരു അതിശയം എന്തെന്ന് വെച്ചാല്, നമ്മളെയും നിങ്ങളെയും സഭയിലുള്ള എല്ലാരെയും വിളിച്ചത് യേശുവാണ്. സക്കായിയെ വാ. യേശു നമ്മളെല്ലാവരെയും വിളിക്കുന്നു, വരുവിൻ. എത്ര പേർക്ക് അനുസരിച്ച് ആ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നു? എത്ര പേർക്ക് ജീവിതത്തിലുള്ള പാപത്തെ അത് വിടുവാൻ കഴിയുന്നു? സക്കായിക്ക് വലുതായിട്ട് തോന്നിയതെല്ലാം അവൻ വിട്ടു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവിന് മാനസാന്തരം വരാത്ത എന്തെങ്കിലും പാവങ്ങളുണ്ടോ? യേശുവിനോട് ചേരാൻ പറ്റുന്ന പാവങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഒന്നും അകത്ത് വയ്ക്കേണ്ട, എല്ലാം നമുക്ക് പുറത്തെടുക്കാം. കാരണം നമ്മളെ വിളിച്ചത് യേശുവാണ്. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മൊബൈൽ തരാമോ? പ്രിയ സഹോദര സഹോദരി, ദൈവമക്കളെ, സക്കായി തനിക്കുള്ളതെല്ലാം കൊടുത്ത് യേശുവിന് മുൻപിൽ പോയി. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഇതൊരു തടസ്സമാണോ? ഇതിൽ എന്തെങ്കിലും നമ്മളെ നിത്യജീവനിൽ നിന്ന് മാറ്റുന്നുണ്ടോ? എത്ര വലിയ നഷ്ടമായിരിക്കും അല്ലേ? ഒരു മൊബൈൽ നമ്മുടെ ജീവിതത്തിലെ നിത്യജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ പാവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് മാനസാന്തരപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാവം വെക്കേണ്ട, എല്ലാം നമുക്ക് ഏറ്റുപറയാം, ഉപേക്ഷിക്കാം, നമ്മളെ ഹൃദയങ്ങൾ തന്നെ തുറക്കാം. യേശു നമ്മളെ സഹായിക്കും. ആമേൻ. സീൻ 2. പൗലോസും തിമത്തിയോസും. पौलुस की ओर से पौलुस की ओर से जो उस जीवन की प्रतीक्षा के अनुसार जो मसीह यीशु में है, परमेश्वर की इच्छा से मसीह यीशु का प्रेरित है,
प्रिय पुत्र तिमोथी के नाम, प्रिय पुत्र तिमोथियस के नाम। मैं हूं तिमोथी, and today I'm talking to you children. Children, as you know, when Paul wrote his second letter to me, his encouragement to be pure of all my sins. If so, you will be a vessel that is useful for the Lord God, our Master. You have little church, you have scripture school, you have Bible study. Use this opportunity. You may have many inferiority complexes. No problem. I was also shy, but I used all the opportunity God had given me. God bless you all. Guys, you did so well already. God bless you all. Thank you. Praise the Lord. സീൻ 3. ശൗല് ഡെമസ്കോസിലേക്ക് വരികയാണ്, അധികാരപത്രം വാങ്ങി ക്രിസ്തുവിന്റെ മാർഗക്കാരെ ഇല്ലാതെയാക്കാൻ. ആരാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നവര്? ആരാണ്? എനിക്ക് ആ ക്രിസ്ത്യൻസിനെ പിടിക്കണം. ആരാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നവർ? എനിക്ക് ഇപ്പോൾ തന്നെ ഒരു അറ്റാക്ക് ചെയ്യണം. ആരാണ്? കാണുന്നില്ലല്ലോ. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആരാണ്? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. യേശുവോ? എഴുന്നേൽക്കുക, നീ എന്ത് ചെയ്യേണ്ടു എന്ന് അനന്യാസ് നിന്നോട് അറിയിക്കും. എവിടെയാണ് ഈ ഷൗൽ? ഷൗൽ അല്ലേ ഇത്? ആ, ശൗലാണ്. ഇത് അനന്യാസ് ആണോ? യെസ് ബ്രദർ, പറയൂ അനന്യാസ്. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പർപ്പസ് ഉണ്ട്. എന്നെ കുറിച്ചൊന്നും പർപ്പസ് ഉണ്ടോ? അതെ, അനേക ജാതികൾക്കും രാജാക്കന്മാർക്കും ഈ യേശുവിനെ ഉയർത്താനുള്ള പാത്രമായിട്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വേല ചെയ്യുക. ദൈവത്തിന്റെ വേല. അതെ. താങ്ക് യു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. യേശു തന്നെയാണ് ക്രിസ്തു. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ മാത്രം വിശ്വസിക്കാം. യേശു മുഖാന്തരേ ഉള്ളൂ നമുക്ക് ഏകരക്ഷ. യേശു ക്രിസ്തു മുഖാന്തരേ ഉള്ളൂ ഞങ്ങളുടെ പാപം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മളെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിലേക്ക്, പൂർണ്ണമായിട്ട് നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. പൗലോസിനെ പോലെ, തിമത്തിയോസിനെ പോലെ കർത്താവ് നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മൾ പിന്നെ സമർപ്പിക്കുക. ഇപ്പോൾ പൗലോസ് ഞാന് പല മിഷണറി യാത്രകളൊക്കെ നടത്തി ലോകത്തിൽ പലയിടങ്ങളിൽ പോയി അനേകരെ ക്രിസ്തുവിലേക്ക് നേടി. എന്റെ ജീവിതം ഒരിക്കൽ മാത്രമേ യേശു എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം എന്റെ ലൈഫ് ഫുൾ ഞാൻ കർത്താവിന് വേണ്ടി സുവിശേഷം ഫുള്ളായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തു. അനേകരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. അനേകർ യേശുവിനെ കണ്ടു. അവരെല്ലാം നിത്യതയിൽ കാണും. പക്ഷെ ഇന്ന് നിങ്ങളുടെ ചർച്ചില് നിങ്ങളുടെ ഡിസിഷൻ എന്താണ്? ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ഞാൻ പഴയ സെഞ്ചുറി ആളാണ്, പക്ഷെ എന്റെ സമയത്ത് ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചു. നിങ്ങൾ ഈ സഭയിൽ ഇരിക്കുമ്പോൾ പലരും സാജൻ ബ്രദർ ഒരു എഞ്ചിനീയർ ആണ്. ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദേവാല വർക്ക് ചെയ്യുന്നു. അനേക നഴ്സുമാര്. എന്തിനാണ് യേശു ഈ സമയത്ത്, ഈ സെഞ്ചുറിയിൽ 2024 ഇന്ന് ഈ സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവവേല അത് നമ്മൾ ചെയ്യണം. അത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായ വിഷയമാണ്. ഞാൻ എൻ്റെ സെഞ്ചുറിയിൽ അനേക സ്ഥലങ്ങളിൽ പോയി ഗോസ്പൽ സ്പ്രെഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ചർച്ചിൽ വളരെ സിമ്പിളായ വിഷയങ്ങളാണ്
ചർച്ച് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സെഞ്ചുറിയിൽ വളരെ സിമ്പിളായ വിഷയമാണ്. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ആ മൊബൈൽ മുഖാന്തരം നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജ് ഇനി ഒരാളുടെ ജീവിതം മാറ്റും. നിങ്ങൾ ജോലി ചെയ്തിരിക്കാം, നിങ്ങൾ വളരെ ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ വളരെ ബിസിയാണ്. പക്ഷെ ഈ ബിസിയിൽ എങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കണം, എങ്ങനെ ഗോസ്പൽ സ്പ്രെഡ് ചെയ്യണം. നമുക്കറിയാം, നിങ്ങളുടെ ചർച്ചില് ഡിജിറ്റൽ ഔട്ട്റീച്ച് ഫെയ്ത്ത് ഫ്യൂസ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം മുഖാന്തരം നിങ്ങൾ കാരണം അനേകരുടെ രക്ഷ പ്രാപിക്കുവാൻ പറ്റും. അതിന്റെ ഡിസിഷൻ എടുക്കുന്നത് വളരെ സിമ്പിളാണ്, അതിന്റെ എഫേർട്ട് വളരെ സിമ്പിളാണ്. ജോലി ചെയ്തു വരുന്നു, വളരെ കഷ്ടമേറിയ സ്കെഡ്യൂളാണ്. പക്ഷെ ഇതിന്റെ മധ്യയിലും ഞാൻ യേശുവിന് വേണ്ടി ഈ സെഞ്ചുറിയിൽ ഞാൻ യേശുവിന് വേണ്ടി വേല ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ചർച്ചിൽ തന്നെ ഫെയ്ത്ത് ഫ്യൂസ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളുടെ ചർച്ചിൽ സഹോദരന്മാർ ഹോസ്പിറ്റൽ മിനിസ്ട്രി പോകുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ സഹോദരന്മാർ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ ലൈഫ് യേശുവിനാൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, വെള്ളിയാഴ്ച യേശു നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന വലിയ ചാൻസ് ആണ്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഔട്ട്റീച്ചിൽ പോകുമ്പോൾ നിങ്ങളുടെ സമയം എല്ലാവരും യേശുവിന് വേണ്ടി പോയി പല ക്യാമ്പ്സിൽ നിങ്ങൾ പോയി മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് ചേഞ്ച് ആവും. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ സമയത്ത് നിങ്ങളെ ദുബായിലോ ഷാർജയിലോ കർത്താവ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സമയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യേശു കർത്താവിന് വേണ്ടി ജീവിക്കണം. ഇതാണ് യേശു കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ സമയം വിലപ്പെട്ട സമയങ്ങളാണ്. നമ്മളെ ഒരാളും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കർത്താവിന് വേണ്ടിയുള്ള വർക്ക് നിങ്ങൾ തന്നെ പൂർത്തീകരിക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഏരിയയിൽ നിങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഇതാണ് സമയം. ദൈവത്തിനായി സമയം തക്കത്തിൽ ഉപയോഗിക്കുക.